നല്ല പഴുത്ത ചക്കയും ശർക്കരയും തേങ്ങയും ഒക്കെ വെച്ച് തയ്യാറാക്കുന്ന ആവിയിൽ വേവിച്ചെടുക്കുന്ന ഈ പലഹാരം നമ്മൾ മലയാളികളുടെ പരമ്പരാഗത ഭക്ഷണമാണ് അല്ലേ? ഇതിന് ഞങ്ങൾ കുമ്പളപ്പം എന്നാണ് പറയുന്നത്. പൂച്ചയപ്പം എന്നും ഇതിന് പേര് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ സ്ഥലത്ത് എന്താണ് ഇതിന്റെ പേര്? ഇതിൽ നമുക്കൊരു വെറൈറ്റി വരുത്തി നോക്കിയാലോ? ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വർഗീസ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പവും ഇടിയപ്പവും ഒക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ കടകളിൽ നിന്ന് പാക്കറ്റിൽ വാങ്ങുന്ന അതേ അരിപ്പൊടി തന്നെയാണ്. 250 ml കപ്പിന് 2 കപ്പ് എടുത്തു. ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ച് ഇത് ഒന്ന് ഇളക്കിയെടുക്കണം. വെള്ളത്തിന്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല, കാരണം അരിപ്പൊടി എത്രത്തോളം മൂത്തതാണോ അതനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരും. പൊടിയെല്ലാം നന്നായിട്ട് നനയുന്നിടം വരെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. അപ്പോഴേക്കും ഇതിന്റെ ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വരും. അതിനുശേഷം നമുക്കിത് കൈകൊണ്ടൊന്ന് ഇളക്കിയെടുക്കണം. ഈ സമയം ഇതിലേക്ക് വേണ്ടുന്ന ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. ആവശ്യമായ ഉപ്പ് ചേർക്കണം. ഞാനിപ്പോൾ ഉപ്പിന് പകരം മാഗി സ്റ്റോക്ക് ചിക്കൻ ഫ്ലേവർ ആണ് ചേർക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല ഉപ്പ് രസമുള്ളതാണ്, ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഉപ്പ് തന്നെ ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവ് നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമാണോ അതനുസരിച്ച് കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെള്ളം ഒഴിക്കാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ കുഴച്ചു വെച്ച അരിപ്പൊടി കുറച്ച് ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് മയപ്പെടുത്തി ഇതുപോലെ എടുത്ത് മാറ്റി വെക്കുക. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചപ്പോഴേക്കും ചിക്കന്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി ഏതാണ്ട് പകുതിയോളം വെന്ത് കഴിഞ്ഞു. ഇനി ഇത് തുറന്നു വെച്ച് ഫുൾ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി. വെള്ളം മുഴുവനും നന്നായിട്ട് വറ്റിച്ചെടുത്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വെക്കുക. നമ്മുടെ ഈ പരമ്പരാഗത ഭക്ഷണത്തിന്റെ മെയിൻ ഐറ്റം ഇതാണല്ലോ. ഈ ഇലയാണ് ഇതിന്റെ മണവും ഗുണവും ഒക്കെ നൽകുന്നത്. ഈ ഇലയുടെ പേരനുസരിച്ചാണ് നമ്മുടെ ഈ പലഹാരത്തിന്റെ പേരും ഓരോ സ്ഥലത്തും മാറുന്നത്. ഇല നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ചു. ഇനി ഇതിലെ ഫില്ലിങ്ങിനായിട്ട് ഞാൻ ഒരു സാധനവും കൂടെ എടുക്കുന്നുണ്ട്, കുറച്ച് ചീസ്. ഇതുപോലെ ബാറായിട്ടുള്ള ഈ ചീസാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് തന്നെ വേണമെന്നില്ല, മൊസറല്ല ചീസ് ആയാലും മതി. ഇതിപ്പോൾ ഇങ്ങനെ ബാർ ആയതുകൊണ്ട് ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തണുത്തു. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. വെള്ളമയം ഒട്ടും ഉണ്ടാവരുത് കേട്ടോ, കുഴഞ്ഞു പോകും. വെള്ളമില്ലാതെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഈ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് എഴുതി അറിയിക്കുകയും വേണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ ചിക്കൻ്റെ 2 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് ആവിയിലാണല്ലോ നമ്മൾ വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പച്ചെമ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് തട്ടുമിട്ട് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഇല സാധാരണയായിട്ട് ചിലർ ഈർക്കിലൊക്കെ വെച്ച് കുത്തിയിട്ടാണ് കുമ്പിൾ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഈർക്കിലിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. ഈ രീതിയിലൊന്ന് വളച്ച് ഇങ്ങനെ എടുത്താൽ മാത്രം മതി. ഇത് നിങ്ങൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കൈ ചെറുതായിട്ടൊന്ന് നനച്ച് മാവ് കുറേശ്ശെയായിട്ട് എടുത്ത് ഇലയുടെ ഉള്ളിലേക്ക് വെച്ച് ഒരു വിരലൊന്ന് നനച്ച് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കാനായിട്ട് കുഴി ഉണ്ടാക്കുന്നത് പോലെ നന്നായിട്ട് എത്രത്തോളം കട്ടി കുറച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം കട്ടി കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹോൾ ഉണ്ടാക്കി എടുക്കുക. എന്നിട്ട് ഈ ഹോളിലേക്ക് വേണം നമുക്ക് ഫില്ലിങ് വെക്കാനായിട്ട്. ഫില്ലിങ് വെക്കുമ്പോൾ നിങ്ങൾക്ക് ചിക്കനും ചീസും കൂടെ ഒരുമിച്ചിട്ട് ഇളക്കി രണ്ടും കൂടെ ഒരുമിച്ചാക്കി വേണമെങ്കിലും ഫില്ല് ചെയ്യാം. അല്ലാതെ ലെയർ ആയിട്ട് വേണമെങ്കിലും വെക്കാം. അതിനു മുന്നേ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പിസ്സ സോസ് ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. പിസ്സ സോസ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. എന്താണേലും നമ്മളിതൊരു വെറൈറ്റി ആയിട്ടാണല്ലോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ പിസ്സ സോസ് പുരട്ടിയതിന് ശേഷം കുറച്ച് ചിക്കൻ വെച്ചു, പിന്നെ കുറച്ച് ചീസ് വെച്ചു, വീണ്ടും കുറച്ച് ചിക്കനും കൂടെ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഈ കാണുന്നത് പോലെ മടക്കി ഫില്ല് ചെയ്തെടുത്താൽ അതെ നല്ല സൂപ്പറായിട്ട് കിട്ടും. ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുക്കാം. ഇനി ഇത് നമ്മൾ സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് പോലെ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുറച്ച് മാവെടുത്ത് ഒരു നല്ലൊരു ചെറിയൊരു ഉരുളയാക്കി എടുത്തതിന് ശേഷം നടുക്കൊരു ഹോൾ ഉണ്ടാക്കി അതിലേക്ക് ഫില്ലിങ് വെച്ച് അങ്ങനെ വേണേലും ചെയ്തെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതൊന്ന് കാണിക്കുന്നേ ഉള്ളൂ. കാരണം ഈ ഇലയിൽ വെച്ച് തയ്യാറാക്കി എടുക്കുമ്പോഴാണല്ലോ ഇതിന് പ്രത്യേകം ഒരു മണവും ടേസ്റ്റും ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മുഴുവനും ഈ ഇലയിലാണ് ആക്കി എടുത്തിരിക്കുന്നത്. എല്ലാം അപ്പച്ചെമ്പിലെ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് വെച്ചു. അടച്ച് മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പച്ചെമ്പിലേക്ക് വെക്കുമ്പോൾ തീ കുറച്ച് വെക്കാൻ മറന്നു പോകരുത് കേട്ടോ, ഇല്ലെങ്കിൽ തിളയ്ക്കുന്ന വെള്ളമായതുകൊണ്ട് കയ്യിലേക്ക് ആവി തട്ടും. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ഒരു കുമ്പളപ്പം ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇല വിടുവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ വേഗം വീഡിയോ അങ്ങ് ഫിനിഷ് ചെയ്യാമല്ലോ എന്ന് കരുതിയാണ് ചൂടോടുകൂടി തന്നെ ഇളക്കിയെടുക്കുന്നത്. ഇനി ഇതൊന്ന് മുറിച്ച് കാണിക്കാം. ഉറപ്പായിട്ടും ചിക്കൻ വെച്ചുള്ള സാധനങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതും ഇഷ്ടമാകും. കാരണം ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റും
ഈ ഇലയുടെ ഒരു മണവും ഒക്കെ കൂടി ആയപ്പോൾ ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് തന്നെയാണ്. എന്നാലും ഒരു കാര്യം എനിക്ക് പറയാതെ വയ്യ കേട്ടോ. ചെറുപ്പം മുതലേ ചക്കയും തേങ്ങയും ശർക്കരയും ഒക്കെ വെച്ച് കഴിച്ച് ശീലിച്ചത് കൊണ്ടാവാം എനിക്ക് കൂടുതൽ ഇഷ്ടം അതിനോടാണ്. പിന്നെ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ആകാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി പറയൂ കേട്ടോ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ടിൻഡ വർഗീസ്.